നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് പുറത്ത് റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബിൽഡിങ് എ ഹോം അല്ലേ. ഞാൻ കറൻ്റ്ലി അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, എല്ലാ കാര്യങ്ങളും നോക്കും ഇച്ചിരി കോസ്റ്റ്ലിയാണ് നമ്മൾ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കുറച്ചുകൂടെ ചീപ്പർ ഓപ്ഷൻസ് ഞാൻ നോക്കി വന്നപ്പോഴത്തേക്കും ഞാൻ ലാൻഡ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ടെമു ആണ്. ടെമു നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കി. എന്നോട് എല്ലാവരും വാൺ ചെയ്തു, നോ പ്ലീസ് ഡോണ്ട് ബൈ എനിത്തിങ് ഫ്രം ടെമു ബിക്കോസ് ഇറ്റ്സ് ക്വാളിറ്റി ആസ് ഇറ്റ് വാസ്. ബട്ട് നമ്മുടെ നാട്ടിലെ മീഷോ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആ ഒരു ധൈര്യത്തിന് പുറത്ത് ഐ തോട്ട് ഐ ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ ഓരോ ഫ്യൂ തിങ്സ് ദാറ്റ് വാസ് നെസസറി ഫോർ മീ ഇൻ ദിസ് ഹോം ആൻഡ് നൗ ഐ റിസീവ്ഡ് ദം. സോ ഐ തോട്ട് ഓഫ് അൺബോക്സിങ് ഓൾ ദീസ് പ്രൊഡക്ട്സ്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ഇത് നോക്കാൻ പോകുന്നത് തന്നെ. So I don't know how the quality is in a first and last purchase from Temu ആയിരിക്കും ഇതൊന്നും എനിക്കറിയില്ല. ബട്ട് നമുക്ക് നോക്കാം. നമ്മൾ കിച്ചൺ നെസസറി ഐറ്റംസ് നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിയ ഐറ്റമാണ് ഇത്. നാട്ടിൽ ഞാൻ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ചോപ്പിംഗ് ബോർഡാണ്. ചോപ്പിംഗ് ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വുഡൻ അല്ല, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ വുഡനും പ്ലാസ്റ്റിക്കിനും ഒക്കെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് എല്ലാവരും പറയുന്ന സമയമാണ്. സോ I thought of trying the steel one. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടിട്ട് നല്ല ബലമുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി തറ വേണമായിരുന്നു, അപ്പോൾ നല്ല സൗണ്ട് ആയിരുന്നു. ഇപ്പോൾ ബലം ഉണ്ടായിരിക്കും. ബലമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല സാധനമാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഐറ്റം തന്നെയാണ്. ഈ പ്രൈസൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയില്ല. എനിക്ക് ഇൻഡിവിജ്വൽ ഐറ്റംസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 34 ഐറ്റംസ് എങ്ങാണ്ട് എൻ്റെ കാർട്ടിലുണ്ടായിരുന്നു. ഇത് എല്ലാത്തിനും പ്രൈസ് പറയാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് So yeah, it's the chopping board. And it's ഓർഗനൈസിങ്ങിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഹാങ്ങർ അല്ലേ. വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഹാങ്ങറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ നാട്ടിലെ മീഷോന്ന് ഇതേ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വന്നതിന് മിക്കതും ബ്രോക്കൺ ആയിട്ടാണ് വന്നത്. ഇതാണ്. പക്ഷേ ഇത് നല്ല കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാകുമ്പോൾ ഓരോ ഇതിലും നമുക്ക് മെറ്റീരിയൽ ഇടാം. അപ്പോൾ അത്രയും നമ്മൾ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് എനിക്ക്. ദിസ് ഈസ് ആക്ച്വലി ഗുഡ്. നാട്ടിൽ ഞാൻ വാങ്ങിയതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ടിഷ്യൂ പേപ്പർ റോള്. ഇത് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നു, ഇതിൻ്റെ റോൾ ഇതിനകത്തേക്ക് ഇടുന്നു, വലിക്കുന്നു. ഓക്കെ, ഇത് ഓക്കെ. ഇത് പിന്നെ അഡസീവ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ ഒട്ടിച്ച് നോക്കുമ്പോഴേ എടുത്തുള്ളൂ. കാണുമ്പോൾ ഓക്കെ, അതും ഓക്കെ. ഇത് ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് ഓർഡർ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയ സാധനമാണ്. അതായത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ട. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ആരും മുഴുവൻ തേങ്ങ മേടിച്ചെടുക്കുന്നത് വളരെ കുറവാണ്. ചെറിയ തേങ്ങയൊക്കെയാണ് മേടിക്കുന്നത്. പിന്നെ എല്ലായിടത്തും മറ്റേ തേങ്ങാപ്പാൽ, കുറുകിയ തേങ്ങാപ്പാൽ, ക്രീം, കോക്കനട്ട് മിൽക്ക് ക്രീം ഒക്കെ ആയിട്ട് കിട്ടും. ഇതെനിക്കൊരു അൺനെസറി ആയിട്ടുള്ള തിങ്ങായി പോയി. ഞാൻ അതിന് മുന്നേ ഓർഡർ ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ മേ ബി യൂസ്ഫുൾ. നോക്കാം, വെച്ചേക്കാം. ഇല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടു തിരിച്ച്. ആക്ച്വലി സിങ്കിൾ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് ഇതാണേ. ഇതിതാ ഇങ്ങനെ വലിച്ച് നമുക്ക് അതിൻ്റെ പിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൽ വെക്കാം. എന്നിട്ട് പാത്രം കഴുകുമ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് ഇതിനകത്ത് വീഴും. അതിന് നമുക്ക് അത് മാത്രം ഫിൽറ്റർ ചെയ്തിട്ട് ട്രാഷ് ക്യാനിൽ കൊണ്ടിടാം. ആൻഡ് ദെൻ അപ്പോൾ നമ്മുടെ ഡ്രെയിനേജിലെ ബ്ലോക്കേജ് സിംഗിൾ ബ്ലോക്കേജ് ഒക്കെ വരത്തില്ല, അതൊന്നും വരത്തില്ല. ഓക്കെ, സോ അതിന് വേണ്ടി ഓർഡർ ചെയ്തത്. ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് മേടിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. മേ ബി ചോറ് അടിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സിനായിരിക്കും. ബട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. നാട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നല്ല സാധനമാണ്. ഇതെനിക്ക് തോന്നുന്നൊരു കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഊരിപ്പറക്കി എൻ്റെ കയ്യിൽ വരും. ഇതിത്ര അത്ര പോലെ അതങ്ങനെ. അപ്പോൾ ഇതുവരെ ഓപ്പൺ ചെയ്താൽ ഇതിനാണ് കേട്ടോ. ഇത് നമ്മുടെ പൈപ്പിൽ കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഫിറ്റിംഗ് കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ പൈപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പാത്രം കഴുകുമ്പോൾ ഓക്കെ, ഈസിനെസ്സിന് വേണ്ടിയിട്ടാണേ. ഇത് നമ്മുടെ ഫ്ലോർ മാറ്റ് ആവാണ്. കിച്ചണിലെ തന്നെ ഫ്ലോർ മാറ്റ്. കൂടുതലും കിച്ചൺ ഐറ്റംസ് തന്നെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സും. ഓക്കെ, ഇത് പടത്തിൽ കൊടുത്തിരുന്ന സാധനമാണോ നോക്കട്ടെ. ഇത്രയുള്ള അവിടെ ഇത് വലിയ എന്ത് സംഭവം നമ്മൾ കൊടുത്തിരുന്നേ. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അപ്പടോ പറ്റിപ്പോയിടോ. ഇത് കിച്ചനകത്തിടാൻ വേണ്ടി ഞാൻ മേടിച്ചാണേ. പക്ഷേ അത് പിക്ചറിലുണ്ടായിരുന്നത് നല്ല ലെങ്ത്തുള്ളൊരു സംഭവമായിരുന്നേ. എൻ്റെ ഇതും ഉണ്ടായിരുന്നു.
പിക്ചർ കാണിച്ച് പറ്റിച്ചായിരിക്കുമല്ലേ, അങ്ങനെ നേരെ വായിച്ചിട്ടുണ്ടാകത്തില്ല. മേ ബി മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. ബട്ട് ഓക്കെ, എൻ്റെ വർക്കിംഗ് സ്പേസിലാണ്. ഇതെനിക്ക് ക്ലോത്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇത് ഒരു കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ അത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ലഗേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഐ കുഡ്ന്റ് ടേക്ക് ഓൾ ഓഫ് ദാറ്റ്. മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ പോയിട്ട് വരുമ്പോൾ എനിക്ക് അതെല്ലാം എടുത്ത് വരാം. നമ്മുടെ അത്യാവശ്യമായ ഈ സാധനങ്ങൾ ഇതിനകത്ത് വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ അല്ലാത്ത സാധാ ബാഗിനകത്ത് വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഓർഗനൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് നാട്ടിൽ ഞാൻ വാങ്ങിച്ച് വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഭയങ്കര ചീപ്പാണ്. ബട്ട് ഇതേ ക്വാളിറ്റിയുള്ള സാധനം നാട്ടിൽ കിട്ടും. നാട്ടിൽ ഞാൻ കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയില്ല, വിലക്കുറവ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ വാങ്ങിയത്. ഓക്കെ, ബിക്കോസ് നമ്മളൊരു ഹോം ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഒരു കോസ്റ്റ് ഉണ്ട് അല്ലേ. ഹോം ബിൽഡ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ മറ്റേ പാല് കത്തി താമസം, അങ്ങനെയല്ല. റെൻ്റൽ ഹോം തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു സ്ഥലത്ത് താമസമാക്കുമ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് അല്ല. നമ്മൾ ഇവിടെ കുറേ കാലം നിന്ന ആൾക്കാർക്കില്ല. പുതിയതായിട്ടെല്ലാം സെറ്റപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഇനിഷ്യൽ ഒരു കോസ്റ്റ് അതിഭീകരമായിരിക്കും. ആ ഒരു ഉള്ളത് കൊണ്ട് കോസ്റ്റ് കട്ടിങ് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അത് ഓക്കെ, ഓക്കെ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ കിട്ടും. മച്ച് നീഡഡ് വൺ. ഇതെനിക്ക് നാട്ടിലുണ്ട്. എൻ്റെ ടോയ്ലറ്റിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. എനിക്ക് ഇഷ്ടമാണ്. ഇത് മനസ്സിലായില്ലേ? എനിക്കിത് കാണാൻ മനസ്സിലാവും. ഇത് നമുക്ക് ഇവിടെ ക്ലീനിങ് ബ്രഷ്, ടോയ്ലറ്റ് ക്ലീനിങ് ബ്രഷ്. അതൊരു സാധനം കൂടെ വരുമല്ലോ. യെസ്, എനിക്ക് സെയിം സാധനം ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അയ്യോ, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു ചെയ്യാം. അത് നല്ല സാധനം കേട്ടോ. ഒരു മിനിറ്റ്, നാട്ടിൽ ഞാൻ മേടിച്ച ഈ സാധനം ഒരു കാശും ഉള്ളത്തില്ലായിരുന്നു. അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കുറച്ച് ബെറ്ററാണത്, അത്രയേ ഉള്ളൂ. അത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഭയങ്കര, എന്നെ സംബന്ധിച്ച് എനിക്ക് ടോയ്ലറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എക്സ്ട്രാ വാട്ടർ വൈപ്പ് ചെയ്യാനായിട്ട് ഇതും ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ്. ഇതും നാട്ടിൽ ഞാൻ ഒരുപാട് തവണ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒടുങ്ങിയ പൈസ കാരണം മേടിക്കാതെ വെച്ചിട്ടുള്ള സാധനമാണ്. നമ്മൾ ലിഡ് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടെ അതിനടപ്പ് വെപ്പി നടക്കുമ്പോഴത്തേക്ക് ഒരു സിലിക്കൺ ലെഡ്സാണ്. ഇതിങ്ങനെ വലിച്ച് നമുക്ക് ഇങ്ങനെ അടച്ചിങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ച് അടച്ച സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഇതാണ്. പല സൈസിലുണ്ട്. ടൈനി വൺ ഈസ് ഓഫ് ദിസ് സൈസ്, കണ്ടോ? ഇതൊന്ന് തുടങ്ങും. അങ്ങനെ ഒരു 1 2 3 4 5 6 പീസസ് ഉണ്ട് ഇതിനകത്ത്. 6 സൈസസിൽ ഉണ്ട്. ഇത് അടഞ്ഞിരിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അത് ഞാൻ ഇനി ചെയ്യുമ്പോൾ ഇതെനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്ന സാധനം എൻ്റെ ഭർത്താവ് കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴേക്ക് നാട്ടിൽ കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഒരു യൂസും ഇല്ലാതെ വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ച് നടന്ന് പിന്നീട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി മാറിയ ഒരു ഐറ്റമാണ് ഇത്. അതായത് നമ്മൾ പാക്കറ്റ്സൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്ന് റബ്ബർ ബാൻഡായിട്ട് വെക്കും, അല്ലെങ്കിൽ ഡബ്ബ അന്വേഷിച്ച് നടക്കണം. അങ്ങനെ അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ലൈക്ക് ഇങ്ങനെ വയ്ക്കുന്ന ഫീൽ ചെയ്യും. ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നല്ല സാധനം വാങ്ങുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് ചീപ്പ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. ഹാൻഡിൽ വിത്ത് കെയർ, അല്ലെങ്കിൽ ഇത് മേ ബി പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ ഓർഗനൈസേഴ്സാണ്. ഇത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. ഇവിടെ എന്തുണ്ടല്ലേ? ഷിറ്റ്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെ ഇരിക്കും. യെസ്, ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇവിടെ ഇത് ഒട്ടിക്കുന്നു എന്നിട്ട് നമ്മുടെ പേസ്റ്റ് ബ്രഷ് സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഡംപ് ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ഈ അഡസീവായിട്ടുള്ള സംഭവം മനസ്സിലായോ? നമുക്ക് ചുമര് ഡ്രിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ വേറെ വേർഷൻ. ഇത് നമുക്കിപ്പം ക്ലോക്കൊക്കെ ഹാങ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് വെക്കണമെന്നാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. അതും ഓക്കെ. അതൊന്നും എനിക്ക് റേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒട്ടിയിരിക്കുന്നതിൻ്റെ ഇതനുസരിച്ചിരിക്കും. ആൻഡ് ഇത് നമ്മുടെ മൈക്രോ ഫൈബർ ടിഷ്യൂ. ഓക്കെ, ടിഷ്യൂ റോൾ കുറിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു വലിയ റോളായിരിക്കുന്നു, ബട്ട് ഇത് ഇത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്, വേറെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ കൂടെ ഒരു ബൗളും കൂടെ വരണമല്ലോ. എന്ത് ചെയ്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ, എനിക്ക് ഞാൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് പിക്ചറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അടിയിൽ റൗണ്ട് ബോൾ വരും, ഇതും വരും. And we'll keep it there and we can strain it like that. Maybe we can with this. അതാ ഇങ്ങനെ വരുന്നൊരു സാധനം, അടിയിൽ ഫുൾ കവേർഡ് ആയിട്ടുള്ള നെറ്റെല്ലാം കവേർഡ് ആയിരിക്കും, എന്നിട്ട് ഇങ്ങനെ വരും. വി ക്യാൻ ജസ്റ്റ് ട്രെയിൻ ഇറ്റ് ലൈക്ക് ദിസ്. അങ്ങനെയാണ് കാണിച്ചിരുന്നത് കേട്ടോ. ബട്ട് നോ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഐ ആം എ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. മേബി ഐ ക്യാൻ യൂസ് ഇറ്റ് അലോങ് വിത്ത് ദിസ് വൺ. ആ സാധനം കാണാനില്ല, ഇത് മാത്രമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യും. എനിക്ക് വട്ടാണോ ഇതോ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ? പറ്റിച്ചാണോ പറയണോ അതോ ചൈന? More organizers. More organizers. Oh. You know if you know. Okay, I'll read this. നോക്കൂ. ഇനി ഞാനിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗം മേടിച്ച് ഒട്ടിക്കണം. അതാണ് ഇതിനുള്ള റേറ്റ്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അത് വേസ്റ്റ് ഞാനത് യൂസ് ചെയ്തിട്ടാണ് വേറെ. ഇത് എൻ്റെ വാർഡ്രോബിൻ്റെ ഡോറിനകത്ത് വേണ്ടിയിട്ടാണ് എനിക്ക് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഹെയർ ക്ലിപ്സ്, ലിപ്സ്റ്റിക്സ്, കൈൻഡ് ഓഫ് തിങ്സ് ഐ കൻ കീപ് ഇറ്റ് ദെയർ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്യാമ്പ് കൊടുത്തിട്ട് ഓക്കെ ഇങ്ങനെ നമ്മൾ ക്യാമ്പ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇതൊക്കെ ഇല്ലേ സ്പേസ് സേവ് ചെയ്യാതെ ഇതിനകത്തോട്ട് കുത്തിക്കയറ്റി നോക്കാം. അങ്ങനെ അതിൽ കണ്ടു. ഇത് എനിക്ക് എത്രത്തോളം വർക്കിംഗ് ആവുമെന്ന് എനിക്കറിയില്ല. ഇത് സിപ്പ് ലോക്കേഴ്സ്, അതായത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാനൊന്നുമില്ല. ഇത് നമ്മുടെ കിച്ചണിലെ ഡ്രോയറിൽ ഹാങ് ചെയ്തിട്ട് ടവലിടാം. കറൻ്റ്ലി ഞാൻ അതിൻ്റെ പിടിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗുഡ്, ഐ നോ. മോർ ടോയ്ലറ്റ് ഓർഗനൈസേഴ്സ്. ഇതിനെ വീണ്ടും ഓർഡർ ചെയ്ത് ഐ ഓൾറെഡി ഹാവ് ദി അതർ വൺ. maybe one for toilet and maybe one for kitchen. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മറ്റൊരാൾ യൂസ് ചെയ്ത വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ചെയ്യുമെങ്കിൽ നമുക്കൊരു എവിടെ തൊടുമ്പോഴും ഒരു തോന്നും നമുക്ക്. ഓക്കെ, അത് നമ്മുടെ മെൻറ്റാലിറ്റിയുടെ പ്രശ്നമായിരിക്കും, എനിക്കറിയില്ല. ക്ലീനിങ് പർപ്പസിനും മറ്റൊക്കെ ആയിട്ട് സെറ്റ് ഗ്ലൗസ് മേടിച്ചു. ഇത് ലോ ക്വാളിറ്റി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാണ്. എനിക്ക് അത്രയ്ക്ക് സ്പെൻഡ് ചെയ്യാനും തോന്നിയുള്ളത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ക്ലീനിങ് സമയത്ത് വേറൊന്നും വേണ്ട. ഈ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പം എന്തായാലും ഒരു ഗ്ലൗസ് ഇടാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ കളറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടില്ലേ, സെയിം അതാണ്. ഇത് സോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് കാണാൻ ലുക്കുണ്ട് കേട്ടോ. ആൻഡ് ഇത് എനിക്ക് വലിയ യൂസ് ഉള്ളാത്തൊരു സാധനമാണ്. ഞാൻ എന്തിനാണ് മേടിച്ചത്? ഇതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഇത് മെൻസ്ട്രൽ കപ്പല്ല, ഇത് ഓയിൽ നമ്മുടെ കുപ്പിക്കകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്, സ്പില്ല് ചെയ്യാണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് അത് ആവശ്യമില്ല, ഇവിടെ കുപ്പി തന്നെ വരുന്നതുകൊണ്ട്. എന്തിനാണോ ഇതൊക്കെ മേടിച്ചല്ലേ? അല്ല, ഇത് ഞാൻ മേടിച്ചില്ല, ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ളതൊരു മൂന്നാമത്തെ ഐറ്റം. ഇതിങ്ങനെ തുറക്കുന്നു. ഹാൻഡിൽ വിത്ത് കെയർ, അതർവൈസ് ഇറ്റ് വിൽ fall down. ഇതിൻ്റെ സാധനമുണ്ട്. ഇതിന് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം ഇങ്ങനെ. ഇത് അതേ സാധനത്തിൻ്റെ തന്നെ വേറൊരു സാധനമാണ്. നോക്ക് മക്കളെ, നോക്ക്. അല്ല, മറ്റതിൻ്റെ തന്നെ വേറൊരു അത് ഇത് മറ്റേ അവിടെ ഹാങ് ചെയ്യണതാണ് കേട്ടോ. I think the same is how we have to use the other one, but this looks more classy. നോക്കൂ. അപ്പോൾ ഇതാണ് എൻ്റെ ടെമു ഹോൾ. ഇപ്പോൾ എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വന്ന സാധനങ്ങളിൽ ഓക്കെ, ഞാൻ ഹൈ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്ത് മേടിച്ച സാധനങ്ങളല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഓക്കെയാണ് ഇതൊക്കെ. 2-3 സാധനങ്ങൾ വേസ്റ്റ് മീൻസ് വേണ്ടായിരുന്നു എന്നുള്ള 2-3 ഐറ്റംസ് ഉണ്ട്. ക്വാളിറ്റി വൈസ് ആണെങ്കിലും നോട്ട് ദാറ്റ് ഇറ്റ് അങ്ങനെയുള്ളത്. 4 ഐറ്റംസ്. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ്. ഇത് നല്ല സാധനം കേട്ടോ. പക്ഷേ അപ്പോൾ ഇതാണ് എൻ്റെ ടെമു ഹോൾ വീഡിയോ. നമ്മൾ നോക്കിയും കണ്ടൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ടെമു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്രയും ഇന്നത്തെ വീഡിയോ. ബൈ.